പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ യേശുവേ, അവിടുത്തേക്ക് മഹത്വം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് നന്ദി. ത്രിത്വൈക ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ, സഹനങ്ങളിൽ തകർന്നു വീഴാതെ ഞങ്ങളെ പൊക്കിയെടുക്കണമേ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെ ശക്തിയെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ധ്യാനിക്കാൻ പോകുന്നത്. വചനം തരുന്നു, സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും, തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് നീക്കിക്കളയും. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും, തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും നീക്കിക്കളയും. പ്രിയപ്പെട്ടവരെ, കണ്ണീര് തുടയ്ക്കുന്ന ദൈവത്തെ നമ്മൾ ഓരോരുത്തരും കണ്ടുമുട്ടിയിട്ടുള്ളതാണ്. നമ്മുടെ അപമാനങ്ങളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അപമാനത്തെ നീക്കിക്കളഞ്ഞ എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ ഓർത്തു പോകുന്നു. അവയെല്ലാം ഓരോ സഹനങ്ങളിലും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ആഴമായ ബോധ്യമാണ് നമുക്ക് തരുന്നത്. കാലങ്ങളായി രോഗിയായി കിടക്കുന്ന അപ്പൻ, കൂടെ കൂടെ രോഗങ്ങളുണ്ടാകുന്ന കുടുംബാംഗങ്ങൾ, ദുർമരണങ്ങൾ, പെരുകി വരുന്ന സഹനങ്ങൾ, എല്ലാ വഴികളും അടഞ്ഞു എന്നുള്ള തോന്നൽ. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ, ഞാൻ ഇത്ര വിശുദ്ധിയിൽ ജീവിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് സഹനം? ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഈ സഹനങ്ങൾ എനിക്ക് ഉണ്ടായിത്തീരുന്നത്? ഈ ചോദ്യങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെ ബലക്കുറവിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. ദൈവമായ കർത്താവ് പറയുന്നു, തളരരുത്, കരുത്താർജിക്കുക. ദൈവം അറിയാതെ ഒരു വേദനയും, ഒരു കഷ്ടപ്പാടും, ഒരു സഹനവും നമ്മുടെ ജീവിതത്തിൽ മുളച്ചു പൊന്തുകയില്ല. അതുകൊണ്ട് സഹനം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമുള്ള ഒരു സഹവാസത്തെയാണ് സഹനമെന്ന് നമ്മൾ പേര് വിളിക്കുന്നത്. സഹനങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന് സഹിക്കുമ്പോൾ ആ സഹനത്തിൻ്റെ മഹാരഹസ്യങ്ങളിൽ കുറച്ചൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. മകളെ, സഹനങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ഒരു കുടുംബനാഥനോ കുടുംബിനിയായിരിക്കാം, ഒരു പുരോഹിതനോ സിസ്റ്ററോ ആയിരിക്കാം, ഒരു ശുശ്രൂഷകനോ പ്രേക്ഷിതനോ ആയിരിക്കാം കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓർക്കണേ, സഹനങ്ങളെ ഭയപ്പെടരുത്, സഹനങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോകരുത്. സഹനങ്ങളിൽ ദൈവത്തിനെതിരായും മനുഷ്യനെതിരായും പിറുപിറുക്കരുത്. സഹനങ്ങളിൽ പാപത്തിലേക്കും ലഹരി വസ്തുക്കളിലേക്കും നീ ഉൾവലിയരുത്. ഇവിടെയാണ് ജീവിതത്തിൻ്റെ ദുരന്തം ആരംഭിക്കുന്നത്. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, നിന്റെ സങ്കടങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുകയാണ്. ആരാണ് പറയുന്നത്? പൗലോസ്ലിയാണ് പറയുന്നത്. യേശുവിൻ്റെ സഹനത്തിൻ്റെ കുറവ് സദാവി ശരീരത്തിൽ സംവഹിച്ചുകൊണ്ട് നടക്കുന്ന
ഒരു ക്രിസ്തു ശിഷ്യൻ. പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ, എന്തിനാണ് ഈ സഹനം? എന്തിനാണ് ഇപ്പോൾ ഈ വേദന? ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, സ്നേഹം തെളിയിക്കാൻ ദൈവം തരുന്ന അവസരമാണ് സഹനം. ഒരു ഭാര്യയിൽ നിന്നോ ഒരു ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ വേദനകൾ ഉണ്ടാകുമ്പോൾ സ്നേഹം തെളിയിക്കാൻ ദൈവം തരുന്ന അവസരമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹനത്തെ വെളിപ്പെടുത്തി തരികയാണ്. 2, എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പരാജയപ്പെട്ടിടത്ത് ഉയരണമെങ്കിൽ, ചവിട്ടി താഴ്ത്തിടത്ത് ഉയരണമെങ്കിൽ, നമുക്ക് വളരാൻ സാധിക്കണമെങ്കിൽ, വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് ഉയരാൻ സാധിക്കണമെങ്കിൽ സഹനങ്ങൾ നമ്മുടെ കൂടെ പിറക്കളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 3, ആത്മീയ വിശുദ്ധീകരണത്തിന് ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ സഹന നാളുകളിലല്ലേ, എല്ലാവരും തെറ്റിദ്ധരിച്ചപ്പോഴല്ലേ, എല്ലാവരും പറ്റിച്ചപ്പോഴല്ലേ ഹൃദയം ഉരുകി പ്രാർത്ഥിച്ചത്, കുരിശിന്റെ വഴിയിലേക്ക് കടന്നു വന്നത്? ആത്മീയ വിശുദ്ധീകരണത്തിന് സഹനങ്ങൾ നമ്മെ സഹായിക്കും. മാത്രമല്ല, 4, സ്വയം കണ്ടെത്താൻ എൻ്റെ കഴിവെന്താണ്, കഴിവുകേടെന്താണ്, എൻ്റെ വിജയം എന്താണ്, എൻ്റെ പരാജയം എന്താണ്, ദൈവം ആരാണ്, ഞാൻ ആരാണ് എന്ന് കണ്ടെത്താനായിട്ട് ദൈവം തരുന്ന അവസരങ്ങളാണ് സഹനങ്ങൾ. അവസാനമായിട്ട്, ദൈവ ഐക്യത്തിന്, ദൈവവുമായി ഒന്നായി ചേരാൻ വേണ്ടി ദൈവം വിളിക്കുന്ന സുവർണ അവസരമാണ് സഹനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹനങ്ങളെ നോക്കി നമ്മൾ കരയാതെ, നമ്മുടെ സ്വപ്നങ്ങളിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ ചർച്ചകളിലും മാത്രം സഹനം ഒതുങ്ങി നിൽക്കാതെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ, മനസ്സുമടുക്കാതെ പരിശ്രമിക്കാൻ, ഒടുങ്ങാത്ത പരിശ്രമമുണ്ടാകാൻ, പ്രയത്നമുണ്ടാകാൻ ദൈവം സമ്മാനിക്കുന്ന ആത്മീയ ഊർജം തരുന്ന സമയങ്ങളാണ് സഹനങ്ങളുടെ നിമിഷങ്ങൾ. ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ സഹനങ്ങളിലും കഷ്ടതകളിലും മറഞ്ഞിരിക്കുന്ന മാണിക്യമാണ് സഹനം എന്ന് പറയുന്നത്. ആ സഹനത്തിൻ്റെ മാധുര്യം, ആ സഹനത്തിൻ്റെ സൗന്ദര്യം, ആ സഹനത്തിൻ്റെ ആഴം, അർത്ഥം തിരിച്ചറിയുമ്പോഴാണ് നല്ല മനോഭാവങ്ങൾ, നല്ല പെരുമാറ്റ രീതികൾ നമ്മുടെ ജീവിതത്തെ രൂപമെടുക്കുന്നത്, ഒരു ആത്മീയ തലത്തിലേക്ക് ഉയരുന്നത്. ജഡിക മനുഷ്യൻ വിട്ടുപോയി ലൗകിക മനുഷ്യൻ നിന്ന് മാറി ഒരു ആത്മീയ മനുഷ്യനായി തീരുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെറുതോ വലുതുമായിരിക്കുന്ന സഹനങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഈശോ നമ്മോട് ചോദിക്കുകയാണ്, മോനെ, മോളെ, നീ എന്തിനാണ് സഹനത്തെ ഭയപ്പെടുന്നത്? നിന്റെ സഹന കാലങ്ങളിൽ നിന്നെ ഞാൻ പൊതിഞ്ഞു സൂക്ഷിക്കുന്നുണ്ട് എന്ന് നിനക്കറിയുമോ? കൊടുങ്കാറ്റ് വന്നേക്കാം, പേമാരി വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം. അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ കരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സഹനങ്ങളും വേദനകളും രോഗങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ശക്തി കൂടുതൽ വിശുദ്ധന്മാരും വിശുദ്ധകളും അനുഭവിക്കുന്നത് തങ്ങളുടെ സഹനവേളകളിലാണ്. നമ്മുടെ ജീവിതത്തിലും അതുതന്നെയാണ്. ചിലരെങ്കിലും പറയും, ഭൂരിഭാഗം ആളുകൾ പറയും, ദൈവം ചെറിയ ചെറിയ സഹനങ്ങൾ നമുക്ക് തരുന്നത് ഒരു വലിയ ജീവിത അവസ്ഥയിലേക്ക് ഉയർത്താനാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവം നമ്മെ രോഗിയാക്കി മാറ്റിയത് നമ്മെ നിത്യതയെ കണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമുക്ക് നഷ്ടം വരുത്തിയത്
യഥാർത്ഥത്തിൽ നാം തേടേണ്ടതിനെ തേടുവാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമ്മെ സമൂഹത്തിലും ഭവനത്തിലും ജീവിതത്തിലും തകർക്കുന്നത് നമ്മെ എളിമപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമ്മെ നിസ്സഹായരാക്കിയ സന്ദർഭങ്ങളൊക്കെ ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് സഹനം ഒരു ശക്തിയാണ്. സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്പോൾ വേദനകളും സഹനങ്ങളും രോഗങ്ങളുമായിരിക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരോട് ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന, പാഞ്ഞു വരുന്ന വചനമാകുന്ന യേശുവിനെ സ്വീകരിക്കുവിൻ. വീണ്ടും 1 പത്രോസ് 5:6 നാം വായിക്കുന്നു, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണ്. നമ്മൾ പലപ്പോഴൊക്കെ ചിന്തിക്കുന്നത്, എൻ്റെ സഹനം ആരും കാണുന്നില്ലല്ലോ, എൻ്റെ ജീവിത പങ്കാളി പോലും മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള പരിദേവനങ്ങളും സങ്കടങ്ങളുമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. ഒന്ന് ചിന്തിച്ചേ, ഈശോയുടെ സഹനം ആത്യന്തികമായി പാപത്തെയും പിശാചിനെയും പരാജയപ്പെടുത്തുവാനാണ്. നമ്മുടെ സഹനവും പാപത്തെയും പിശാചിനെയും പരാജയപ്പെടുത്താനായിട്ടാണ് ദൈവം നമുക്ക് തരുന്നത്. വീണ്ടും യേശുവിൻ്റെ സഹനം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു. നമ്മുടെ സഹനവും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായി ഈശോയെ പോലെ സഹിച്ച് മഹത്വമണിയാൻ വേണ്ടിയിട്ടാണ്. ഈശോ ദൈവമായിരുന്നിട്ടും സഹനത്തിലൂടെയാണ് അനുസരണം പഠിച്ചത്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ താങ്ങാനാവാത്ത വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാനായിട്ട് എളിമയെന്ന മഹാപുണ്യം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്രകാരമുള്ള സാഹചര്യങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി തരുന്നത്. വിശ്വാസം സഹനത്തിലൂടെയാണ് തെളിയിക്കപ്പെടുക. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ, സഹനം ദൈവവിരുദ്ധമാണെന്നും വിശ്വാസ വിരുദ്ധമാണെന്നൊക്കെ ചിലപ്പോഴെങ്കിലൊക്കെ നമുക്ക് തോന്നിയിട്ടില്ലേ? ഓർക്കുക, കാരണം കൂടാതെ സഹിച്ചുപോയ ധാരാളം വ്യക്തികൾ തിരുവചനത്തിൽ നിന്നും കണ്ടുമുട്ടുന്നുണ്ട്. പൂർവ്വപിതാവായ അബ്രാഹത്തോട് ദൈവം എന്താ പറഞ്ഞത്? അബ്രാഹമേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അബ്രാഹത്തിൻ്റെ ആ വിധേയത്വം. പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അപ്പനെയും അമ്മയെയും തൻ്റെ കുലത്തൊഴിലൊക്കെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ദൈവം കാണിച്ചെന്ന നാട്ടിലേക്ക് പോയി. പൂർവ്വ യൗസേപ്പ് തൻ്റെ സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. അവൻ്റെ കഥ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. അവൻ ഫറവോന്റെ വീട്ടിലെത്തി. അവൻ അവിടെ വിശ്വസ്തനായിരുന്നു. ജോസഫിനെ ഓർത്തിട്ട് ഫറവോന്റെ കുടുംബത്തെയും കുടുംബത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും വയലുകളെയും ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു കൊടുത്തു. പ്രവാചകന്മാർ, അപ്പസ്തോലന്മാർ, വിശുദ്ധഗണം, എന്തിനേറെ പറയുന്നു,
ഓരോ ധ്യാന മന്ദിരങ്ങളിലും ചെറുതും വലുതുമായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന പ്രേക്ഷിത ഗണങ്ങൾ, അൾത്താരയോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷ സംഘങ്ങൾ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ആ സഹനങ്ങളിലൂടെയാണ് അനുസരണത്തിലേക്കും, ഈ അനുസരണത്തിലൂടെയാണ് ദൈവഹിത അനുവർത്തികളായി നമ്മൾ രൂപാന്തരം പ്രാപിക്കുന്നത്. നാം നിരപരാധികളായിരിക്കെ, നിഷ്കളങ്കരായിരിക്കെ, പ്രീതികരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കവേ സഹനങ്ങൾ ഏറ്റെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നിരപരാധികളായിരിക്കാം, നിരപരാധിത്വം തെളിയിക്കാൻ പോകുന്നില്ല. നമ്മൾ നിഷ്കളങ്കരായിരിക്കാം, ആരും അത് നോട്ട് ചെയ്തിട്ടില്ല എന്ന് വന്നേക്കാം. പ്രീതികരമായ ജീവിതം നയിക്കുന്നവരൊക്കെ സഹനങ്ങളെ ഏറ്റെടുക്കുന്നത് സഹനത്തിൻ്റെ അത്ഭുത ശക്തിയും സഹനത്തിൻ്റെ രക്ഷാകര ശക്തിയും കണ്ടുകൊണ്ടാണ്. ഒരു വ്യക്തി ഒരു സഹനത്തെ ഏറ്റെടുക്കുമ്പോൾ സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി, അനേക മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ രക്ഷാകരമായൊരു ശക്തി, പവർ, അനോയിന്റിങ്, അഭിഷേകം ദൈവം ഓരോ ഹൃദയത്തിനും നൽകുന്നുണ്ട്. 2 തിമോത്തി 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഈശോയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന സർവ മക്കൾക്കുമുള്ളതാണ് സഹന ജീവിതം എന്ന് പറയുന്നത്. അതെത്ര നിസ്സാരമായാലും, അതെത്ര വലുതാണെങ്കിലും, ഈ സഹനത്തിലൂടെ മാത്രമേ യേശുവുമായിട്ട് ഒട്ടിച്ചേർന്ന് ജീവിക്കാൻ സാധിക്കുക, ദൈവവുമായി ഉൾച്ചേർന്ന് ജീവിക്കാൻ സാധിക്കുന്നത് നമ്മൾക്കുണ്ടാകുന്ന സഹനങ്ങളിലൂടെയാണ്. വിശുദ്ധന്മാർ പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് പറയുകയാണ്, സഹനം കൂടാതെ വിശുദ്ധ ജീവിതമില്ല. സഹനം കൂടാതെ വിശുദ്ധ ജീവിതമില്ല. കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊരു വിശുദ്ധമായ ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ, വചനത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിത്യരക്ഷയെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. വിശുദ്ധ കോളറ്റ് നമ്മോട് പറയുകയാണ്, സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് ക്ഷമാപൂർവമായ സഹനമാണ്. ധാരാളം സഹിക്കുന്നവരുണ്ട്, പക്ഷെ ആ സഹനങ്ങളെ ക്ഷമാപൂർവ്വം സ്വീകരിക്കുന്നവരാണ് സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഉത്തമമായ മാർഗത്തിലൂടെ നീങ്ങുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിശ്വസിച്ചതിൻ്റെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ അടയാളമാണ് സഹനമെന്ന് ഹൃദയത്തിൽ എഴുതി വയ്ക്കുക. ദൈവം നമ്മെ പണിതുയർത്താനുള്ള അടയാളമാണ് സഹനം. ദൈവം നമ്മെ വിശ്വസിച്ചതിൻ്റെയും നമ്മെ പണിതുയർത്തുന്നതിൻ്റെയും അടയാളമാണ് സഹനമെന്ന് പറയുന്നത്. ആകയാൽ പ്രിയപ്പെട്ട മക്കളെ, യേശു അനുവദിക്കുന്ന സഹനത്തിൻ്റെ മാധുര്യം നമ്മൾ തിരിച്ചറിയണം. യേശു അനുവദിക്കുന്ന സഹനത്തെ എന്തു തന്നെയാണെങ്കിലും നമ്മൾ സ്വീകരിക്കണം. സഹനത്തെ നമ്മൾ സ്നേഹിക്കണം. സഹനത്തെ ആഹാരമാക്കി മാറ്റണം. ഞാൻ പറയട്ടെ, സഹനം ഒരു വിളിയാണ്, ദൈവ വിളിയാണ്. സഹനം ഒരു നിധിയാണ്. സഹനം ഒരു രഹസ്യമാണ്. സഹനം ഒരു ദാനമാണ്. അതിനെ ഭാരമായി കാണരുത്. യേശുവിൻ്റെ സ്നേഹം
നമ്മുടെ ഹൃദയത്തിലേക്ക് കിട്ടിയാൽ മാത്രമേ സഹനത്തെ സ്നേഹമായും, സഹനത്തെ ദാനമായും, സഹനത്തെ ആഹാരമായും നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുക. വിശുദ്ധ ഫൗസ്റ്റീന പറയുകയാണ്, ഞാൻ സഹനത്തെ സ്നേഹിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അത് സഹനമല്ലാതായി തീർന്നു. സഹനം എൻ്റെ ആത്മാവിൻ്റെ അനുദിന ഭക്ഷണമായി മാറി. അങ്ങനെയാണ് വിശുദ്ധന്മാർ സഹനത്തെ സ്വീകരിക്കുമ്പോഴും സഹനത്തെ സ്നേഹിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന അനുഭവം അനുദിനമുള്ള ആത്മീയ ജീവിതത്തിൻ്റെ ഭക്ഷണമായിട്ട് സഹനം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കരങ്ങൾ കൂപ്പാം, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷ നേരം ഈ തിരുവചനത്തെക്കുറിച്ച് ധ്യാനിക്കാം. നമുക്കുണ്ടായിട്ടുള്ള ചെറുതും വലുതുമായ സഹനങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാം. അല്പസമയമെങ്കിലും ഓരോ ദിവസം സഹനത്തെ ഓർത്ത് സ്തുതിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ധൈര്യവും വിശ്വാസതീക്ഷയും വന്ന് നിറയും. സഹനങ്ങളെ അതിജീവിക്കാനുള്ള കൃപയും, സഹനങ്ങളെ അതിജീവിക്കാനുള്ള കൃപയോടൊപ്പം അതിനുള്ള ശക്തിയും ഭക്തിയും ആത്മാവ് നമുക്ക് തരും. ദൈവം നമ്മുടെ വഴിത്താരകളിൽ വന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടാകും. നമ്മുടെ ഏകാന്ത നിമിഷങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം അറിയാതെ നമ്മിൽ ഒന്നും സംഭവിക്കുകയില്ല. വിശ്വസിക്കുക, സമർപ്പിക്കുക, ഏറ്റുപറയുക. ആമേൻ.